ഉയിരിലലിയാൻ. രചന സംഭാഷണം രുദ്രാരുദ്രപ്രിയ. ചതിച്ചോ ഭഗവാനെ. കരയുന്ന കൺമണിയുടെ കാലുകൾക്കിടയിലൂടെ ഒഴുകിയിറങ്ങിയ ചോരത്തുള്ളികൾ. രാഗിണി നിലവിളിയോടെ പുറത്തേക്ക് പോയി. ശേഖരേട്ടാ, ശേഖരേട്ടാ. മുറിയുടെ മുന്നിൽ നിന്നും തട്ടി വിളിച്ചു. മുറി തുറന്ന് ശേഖരൻ പുറത്തേക്ക് വന്നു. എന്താ രാഗിണി, എന്താ? ഒന്ന് വേഗം വാ, കൺമണി മോൾക്ക് വയ്യ. ഇരുവരും മുറിയിലെത്തുമ്പോൾ കൺമണി ബോധം മറഞ്ഞു കിടക്കുന്നു. ബെഡിൽ രക്തക്കറയും. ശേഖരേട്ടാ, വേഗ രാജീവനെ വിളിക്ക്, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, പെട്ടെന്ന് വിളിക്ക്. രാഗിണി ബഹളം വെച്ചു. ശേഖരൻ വേഗം ഫോണും എടുത്ത് പുറത്തേക്ക് പാഞ്ഞു. രാഗിണി വേഗം കൺമണിയെ ഇടുപ്പിന് താഴേക്ക് ബെഡ്ഷീറ്റ് കൊണ്ട് പൊതിഞ്ഞു. രാജീവൻ എത്തി കൺമണിയെ എടുത്ത് കാറിൽ കിടത്തി. പത്മത്തെ തൽക്കാലം അറിയിക്കേണ്ട, നീയും കയറി രാഗിണി. വണ്ടി മുന്നോട്ടെടുക്കുമ്പോൾ 3 പേർക്കും പ്രാർത്ഥിക്കാൻ ഒന്നു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, കുഞ്ഞിനും കൺമണിക്കും ഒന്നും വരുത്തല്ലേ എന്ന്. ഉറക്കത്തിൽ ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടാണ് കാശി എഴുന്നേറ്റത്. അവൻ വല്ലാതെ കിതയ്ക്കുന്നുണ്ടായിരുന്നു. മനസ്സിൽ ഭീതി നിറഞ്ഞു. സമയം 2 മണി. കൺമണിയെ എടുത്ത് അകത്തേക്ക് ഓടിക്കയറിയ രാജീവൻ്റെ 2 കൈയിലും ചോര. അവൻ ശേഖരനെ നോക്കി. ഹൃദയം തകർന്ന് വിലപിക്കുന്ന ആ മനുഷ്യനെ കാണേ രാജീവൻ്റെ കണ്ണ് നിറഞ്ഞു. ഫ്രിഡ്ജിൽ നിന്നും വെള്ളം കുടിച്ച് തിരിഞ്ഞതും മൊബൈൽ റിങ് ചെയ്തു. രാജീവൻ്റെ നമ്പർ കണ്ട് ശരീരം വിറച്ചു. കാശിയുടെ കോൾ അറ്റൻഡ് ചെയ്തു. കാശി, ഡാ പറ രാജീവേ. എടാ പോയടാ, നമ്മുടെ കുഞ്ഞ്. പൊട്ടിക്കരച്ചിലായിരുന്നു മറുപടി. കാശി, എടാ നീ വേഗം വാ. ഡോക്ടർ പുറത്തേക്ക് വരുമ്പോൾ 3 പേരെയും നോക്കി. അബോഷനായി. ആ കുട്ടി മയക്കത്തിലാണ്. മാത്രമല്ല ചിലപ്പോൾ വയലൻ്റ് ആകാനും സാധ്യതയുണ്ട്. ഡോക്ടർ, പെട്ടെന്ന് എന്താ സംഭവിച്ചത്? ചിലർക്ക് ഇതുപോലെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതാണ് ആദ്യത്തെ 3 മാസം ശ്രദ്ധിക്കാൻ പറയുന്നത്. നന്നായി ശ്രദ്ധിച്ചു ഡോക്ടർ. പിന്നെ എങ്ങനെ? ഈ സമയം ചിലപ്പോൾ അമ്മമാരുടെ മാനസികാവസ്ഥയിൽ വരുന്ന മാറ്റങ്ങൾ പോലും പ്രഗ്നൻസിയെ ബാധിക്കാം. മാത്രവുമല്ല യൂട്രസിന് തീരെ കട്ടിയുമില്ല. വിഷമിക്കേണ്ട, ചെറിയ പ്രായമല്ലേ. ഇപ്പോൾ സെഡേഷൻ കൊടുത്തിരിക്കുവാണ്. രാവിലെയേ ഉണരൂ. ഡോക്ടർ പോകുമ്പോൾ ശേഖരൻ നിറഞ്ഞ കണ്ണ് തോർത്തിൽ അമർത്തി തുടച്ച് കസേരയിലിരുന്നു. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് മാത്രം എന്താ രാജീവ ഇങ്ങനെയൊരു വിധി? എത്ര സന്തോഷിച്ച അവൻ പോയത്. പുറകെ പറഞ്ഞു, അവളെ നോക്കിക്കൊള്ളണേ അമ്മാമ്മയെന്ന്. എന്നിട്ട് എനിക്കൊന്നിനും കഴിഞ്ഞില്ലല്ലോ. അതിനാരും ഒന്നും ചെയ്തില്ലല്ലോ ശേഖരേട്ടാ. ഇത് വിധിച്ചിട്ടുണ്ടാവില്ല ചിലപ്പോൾ. പറയുമ്പോൾ രാജീവൻ്റെയും തൊണ്ടയിടറി. അമ്മയെ അറിയിക്കണ്ടേ? ഞാൻ എങ്ങനാ രാജീവ? നീ രാഗിണിയെ വീട്ടിലാക്കിയേക്ക്, ഞാനിവിടെ ഉണ്ടല്ലോ. അവൾ പറയട്ടെ പത്മത്തോട്. എനിക്ക് കഴിയില്ല. കുട്ടൻ അവനോട് ഞാൻ പറഞ്ഞു. കരച്ചിലായിരുന്നു. എല്ലാം വിധി, അല്ലാതെ എന്ത് പറഞ്ഞ് സമാധാനിക്കാം. വെളുപ്പിന് കാശി എത്തി. രാജീവൻ എയർപോർട്ടിൽ ചെന്ന് കൂട്ടി വന്നു. 2 പേരും പരസ്പരം ഒന്നും മിണ്ടിയില്ല ഹോസ്പിറ്റലിൽ എത്തുന്നത് വരെ. കൺമണി, അവളെ റൂമിലേക്ക് മാറ്റിയോ രാജീവ? ഇല്ലടാ, സെഡേഷനിലാണ്. അവൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. നീ വേണം അവളെ പറഞ്ഞു മനസ്സിലാക്കാൻ. രാജീവൻ പറയുന്നത് കേട്ട് കാശിയുടെ നെഞ്ചു പിടഞ്ഞു. ICUവിൻ്റെ മുന്നിലെത്തുമ്പോൾ കസേരയിൽ കണ്ണുമടച്ചിരിക്കുന്ന അമ്മാവനെ കണ്ടു. എന്തിനെല്ലാം സാക്ഷിയാണ് ഈ മനുഷ്യൻ. തൊണ്ടയോളം എത്തിയ തേങ്ങൽ കടിച്ചമർത്തിക്കൊണ്ട് കാശി അമ്മാവൻ്റെ അടുത്ത് ചെന്ന് കയ്യിൽ അമർത്തിപ്പിടിച്ചു. മുഖമുയർത്തി നോക്കിയ ശേഖരൻ കണ്ടു തൻ്റെ മുന്നിൽ തകർന്നിരിക്കുന്ന കാശിയെ. എന്ത് പറഞ്ഞാണ് അവനെ അസമാധാനിപ്പിക്കേണ്ടതെന്ന് ഒരു നിമിഷം ആ മനുഷ്യൻ മറന്നുപോയി. അവളെ സമാധാനപ്പെടുത്താൻ നിനക്ക് മാത്രമേ കഴിയൂ കുട്ട. ഒരുപാട് സങ്കടങ്ങളിലൂടെ കടന്നു വന്നവളാണ്. ഇതിലും നീ അവൾക്ക് തുണയാകണം. അമ്മമ്മയ്ക്ക് അത്ര മാത്രമേ പറയാനുള്ളൂ. ഇത് നമുക്ക് വിധിച്ചിട്ടില്ലെന്ന് കരുതിയാൽ മതി. എത്രയൊക്കെ ആശ്വസിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കാശിക്ക് അതിന് കഴിഞ്ഞില്ല. ICUവിൽ നിന്നും ഒരു സിസ്റ്റർ പുറത്തേക്ക് ഇറങ്ങി വന്നു. കൺമണിയുടെ ബൈസ്റ്റാൻഡേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് വരണം. ആ കുട്ടി വയലൻ്റ് ആണ്. അത് കേൾക്കേണ്ട താമസം കാശി വേഗം ICUവിലേക്ക് കടന്നു. മുടിയെല്ലാം പിച്ചി വലിച്ചുകൊണ്ട് കയ്യിലൊരു കത്രികയുമായിരിക്കുന്നു കൺമണി. കണ്ണേ, എങ്ങളോടെ വിളിച്ചുപോയി കാശി. പോ, ആരും എൻ്റെ അടുത്ത് വരണ്ട, ആരും വരണ്ട. എൻ്റെ കുഞ്ഞിനെ എനിക്കെൻ്റെ കുഞ്ഞിനെ താ. അവൾ ബെഡിൽ നിന്ന് ചാടി എണീറ്റു മുന്നിലേക്ക് കുതിച്ചു. കാശി അവളെ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ച് കത്രികയിരുന്ന കയ്യിൽ പിടിച്ചു വെച്ചു. കൺമണി അവൻ്റെ നെഞ്ചിൽ അവളുടെ പല്ലുകൾ ആഴ്ത്തി. കാശിയുടെ ഇടനെഞ്ചിൽ നിന്നും ചോര പൊടിഞ്ഞ് വേദനയായി. അവൻ കണ്ണുകൾ ഇറുക്കി അടച്ചെങ്കിലും അവളെ പിടിച്ചിരുന്ന കൈക്ക് ഒരയവും സംഭവിച്ചില്ല. അവളുടെ ശരീരത്തിന് ബലം നഷ്ടപ്പെടുന്നതും നിലത്തേക്ക് ഊർന്നു പോകുന്നതും കാശി അറിഞ്ഞു. ഒന്നുകൂടെ ചേർത്ത് പിടിച്ചു. കൺമണിയുടെ അടഞ്ഞ കണ്ണിൽ നിന്നും കണ്ണുനീരൊഴുകി ഇറങ്ങി. കുഞ്ഞ് നഷ്ടപ്പെട്ട ഷോക്കിൽ നിന്നും
ആ കുട്ടി ഇതുവരെയും റിക്കവർ ആയിട്ടില്ല. അല്പസമയം വേണ്ടി വരും. സ്നേഹത്തോടു കൂടി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൂടെ തന്നെ ഉണ്ടായാൽ മതി. തൽക്കാലം ഉറങ്ങട്ടെ, ഒരു ഇഞ്ചക്ഷൻ കൊടുക്കാം ഡോക്ടർ പറയുമ്പോൾ കാശി അതിന് അനുവാദം കൊടുത്തു. കൺമണിയെ ബെഡിലേക്ക് ചായച്ച് കിടത്തി കഴിഞ്ഞപ്പോഴാണ് അവൻ്റെ നെഞ്ചിലെ അവളുടെ പല്ലിൻ്റെ പാടിൽ നിന്നും ചോര വേർന്നു വരുന്നത് ഡോക്ടർ ശ്രദ്ധിച്ചത്. എന്തായാലും ഒരു ഇഞ്ചക്ഷൻ എടുത്തേക്ക്, സെപ്റ്റിക് ആകണ്ട. വാടിക്കുഴഞ്ഞു കിടക്കുന്ന പെണ്ണിനെ ഒന്ന് നോക്കി കാശി പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അവളുടെ മനസ്സ് വീണ്ടും പഴയതുപോലെയാകാൻ സമയം വേണ്ടിവരുമെന്ന ചിന്തയോടുകൂടി കൺമണിയുടെ അടുത്ത് നിന്നും മാറാതെ നിന്നു കാശി. ഇടയ്ക്കിടയ്ക്ക് ഞെട്ടി ഉണരും, പിന്നെ എന്തൊക്കെയോ പറയും. വീണ്ടും നീണ്ട ഉറക്കത്തിലേക്ക് വഴുതി വീഴും. അന്നത്തെ ദിവസം മുഴുവനും കൺമണി അങ്ങനെയായിരുന്നു. ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ കിടക്കുന്നവളുടെ മുഖം മനസ്സിൽ പതിച്ച് ആ ഒരുവനും അവൾക്കൊപ്പം തന്നെ കൂട്ടിരുന്നു. രാത്രിയിൽ ഉണർന്നു നോക്കുമ്പോൾ കാൽപാദത്തിൽ കാശി മുഖം അമർത്തി കിടക്കുന്നു. നെഞ്ച് വെങ്ങിപ്പോയി. അതേസമയം തന്നെ അറിയാതെ കൈ വയറിനെ തഴുകി. പൊട്ടിക്കരച്ചിൽ കേട്ടാണ് കാശി ഉണർന്നത്. കാശിയേട്ടാ, നമ്മുടെ കുഞ്ഞുവാവ് പോയി. പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൻ്റെ മാറിൽ പറ്റി ചേർന്നു കരഞ്ഞു കൺമണി. നെഞ്ചിലെ മുറിവിൽ അവളുടെ കണ്ണുനീര് കൂടി ചേർന്നപ്പോൾ നീറിപ്പുകഞ്ഞു. പക്ഷേ മനസ്സിലെ നീറ്റലോളമില്ല. ചേർത്ത് പിടിച്ചു തൻ്റെ പ്രാണനെ. കണ്ണേ. നെഞ്ചുപൊട്ടിയുള്ള അവൻ്റെ വിളി കേൾക്കാതിരിക്കാൻ കഴിഞ്ഞില്ല കൺമണിക്ക്. കാശിയുടെ കണ്ണുനീർ അവളുടെ നെഞ്ചിനെ പൊള്ളിച്ചു. കാശിയേട്ടാ, കരയല്ലേ, കരയല്ലേ കാശിയേട്ടാ. ഇരുവർക്കും ആശ്വസിപ്പിക്കാനും സ്വയം ആശ്വസിക്കാനും കഴിഞ്ഞില്ല. രാവിലെ കൺമണിയെ ഡിസ്ചാർജ് ചെയ്തു. അച്ഛനും അമ്മയും രാജീവൻ വിളിച്ചതനുസരിച്ച് രാധയും രമേശനും ഹോസ്പിറ്റലിൽ വന്നു. പക്ഷേ കൺമണി മൗനത്തെ കൂട്ടുപിടിച്ചു. 3 ദിവസം കൊണ്ട് അവൾ മറ്റാരോ ആയി മാറിയിരുന്നു. അവളുടെ കളിച്ചിരിയും മറ്റും എങ്ങോ പോയി മറഞ്ഞു. പകരം വിഷാദം തിങ്ങിയ മുഖവും പെയ്യുന്ന കണ്ണുകളും ആ കാഴ്ച എല്ലാവരെയും തളർത്തി. നേഴ്സ് പറഞ്ഞതനുസരിച്ച് കാശി ഡോക്ടറുടെ റൂമിലേക്ക് പോകാൻ നേരം അവൻ്റെ കയ്യിൽ കൊരുത്തിരുന്ന അവളുടെ കൈ അടർത്തി മാറ്റി. 3 ദിവസമായി എല്ലാവരും കാണുന്ന കാഴ്ചയാണ്. അവൻ്റെ കയ്യിൽ നിന്നും പിടിപിടിപ്പിക്കാതെ കാശി എപ്പോഴും കൂടെ കാണും. മറ്റാരോടും ഒരടുപ്പവും കാണിക്കില്ല. ഒരിടത്തും പോകില്ല. ഡോക്ടറെ കണ്ടിട്ട് വേഗം വരാം. കൺമണി മുഖമുയർത്തി നോക്കിയതല്ലാതെ മറുപടി ഒന്നും പറഞ്ഞില്ല. കാശി അടുത്തുനിന്ന് മാറിയതും അച്ഛൻ്റെ കയ്യിൽ ചേർത്ത് പിടിച്ചു കൺമണി. അച്ഛൻ്റെ കണ്ണേ. ശേഖരൻ അവളെ നെഞ്ചിൽ ചേർത്ത് പിടിച്ച് കരഞ്ഞു. കണ്ടു നിന്നവരുടെയും കണ്ണ് നിറഞ്ഞു. കൺമണിക്ക് കാശി ഡോക്ടറുടെ മുന്നിൽ അസ്വസ്ഥതയോടെ ഇരുന്നു. ഇനി പറയുവാനുള്ളത് എന്താണെന്ന് കേൾക്കാൻ. കാശിനാഥൻ, കൺമണി ഓക്കെ ആയി വരുന്നതേ ഉള്ളൂ. ആ കുട്ടി വളരെ സെൻസിറ്റീവാണ്. പെട്ടെന്നുണ്ടായ അബോർഷൻ ആളെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. ഉടൻ ഒരു പ്രഗ്നൻസി പാടാണ്. ഞാൻ പറയുന്നത് കാശിനാഥന് മനസ്സിലാവുന്നുണ്ടോ? കണ്ണട മൂക്കത്ത് അമർത്തി വെച്ചുകൊണ്ട് കസേരയിലേക്ക് ചാഞ്ഞുകൊണ്ട് ഡോക്ടർ ചോദിച്ചു. മനസ്സിലായി ഡോക്ടർ. ഓക്കെ, പൊയ്ക്കോളൂ. വീട്ടിലേക്ക് വന്നെങ്കിലും കൺമണിയുടെ സ്വഭാവത്തിൽ കാര്യമായ മാറ്റമൊന്നും സംഭവിച്ചില്ല. കൂടുതൽ അവൾ എല്ലാ പേരിൽ നിന്നും ഉൾവലിഞ്ഞു. മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാൻ തന്നെ മടിയായി. കാശി നിർബന്ധിച്ചാൽ മാത്രം ഉമ്മറം വരെ വന്നിരിക്കും. അച്ഛനും അമ്മയും ഒക്കെ അവളുടെ അവസ്ഥ വളരെ സങ്കടമുണ്ടാക്കി. ഏട്ടാ, മോളെ മറ്റെവിടെയെങ്കിലും കൊണ്ടുപോയി കാണിച്ചാലോ? അവളുടെ ഈ അവസ്ഥ എനിക്ക് കണ്ടു നിൽക്കാൻ വയ്യ. ഒരു നേരം അടക്കിയിരിക്കാതെ തുള്ളിച്ചാടി നടന്നിരുന്ന കുഞ്ഞാണ് ഇപ്പോൾ മുറിയിൽ നിന്നും പുറത്തേക്ക് പോലും ഇറങ്ങാതിരിക്കുന്നത്. എനിക്കിത് സഹിക്കാൻ വയ്യ. നീരെന്തൊക്കെയാ പത്മം പറയുന്നത്? അവളുടെ ഇപ്പോഴത്തെ അവസ്ഥ നമ്മൾ കൂടി മനസ്സിലാക്കണ്ടേ? കുഞ്ഞിനെ നഷ്ടപ്പെട്ടത് അവൾക്ക് ഇതുവരെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. കാശിക്ക് മാത്രമേ പതിയെ അവളെ പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ കഴിയൂ. അതിന് കുറച്ചുകൂടി സമയം വേണ്ടി വരും. മോളുടെ ജീവിതത്തിൽ ഇതുവരെ നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ ഇത് അവളെ കൊണ്ട് താങ്ങാൻ കഴിഞ്ഞില്ല. നമ്മൾ അവളുടെ അവസ്ഥ മനസ്സിലാക്കി കൂടെ നിന്ന് കൈ പിടിച്ച് കൊണ്ടുവരികയാണ് വേണ്ടത്. ഈ ചക്രവണ്ടിയിലിരിക്കുന്ന ഞാൻ എന്ത് ചെയ്യാനാണ്? എൻ്റെ കുഞ്ഞിനെ ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും കഴിയാത്ത ഒരമ്മയായി പോയില്ലേ ഞാൻ? പത്മത്തിന് കരച്ചിലടക്കാൻ കഴിഞ്ഞില്ല. അതൊന്നും സാരമില്ല. പതിയെ എല്ലാം നേരെയായിക്കൊള്ളും. ഞാൻ പറയുന്നത് കുറച്ച് നാൾ കുട്ടൻ മോളെയും കൊണ്ട് ബാംഗ്ലൂർ പോയി നിൽക്കട്ടെ എന്നാണ്. 2 പേർക്കും ഇപ്പോൾ മാറ്റം ആവശ്യമാണ്. കുട്ടൻ്റെ ഉള്ളിലും നല്ല സങ്കടമുണ്ട്. അവൻ പിന്നെ ഒന്നും പുറത്ത് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. എന്തായാലും ഞാൻ അവനോടൊന്ന് സംസാരിക്കട്ടെ. ഒരു തീരുമാനം പോലെ അമ്മാവൻ പറഞ്ഞു. രാവിലെ കൺമണി ഭക്ഷണം കഴിഞ്ഞ് മെഡിസിനും എടുത്ത് ഉറങ്ങാൻ കിടക്കുമ്പോൾ അമ്മാവൻ കാശിയെ കാണാൻ മുകളിലേക്ക് ചെന്നു.
മോൾ ഉറങ്ങിയോ കുട്ടാ? ഇപ്പോൾ കിടന്നതേ ഉള്ളൂ അമ്മാമേ. മെഡിസിൻ്റെ ക്ഷീണം കാരണം പെട്ടെന്ന് ഉറങ്ങിപ്പോവും. ഉറങ്ങട്ടെ, മനസ്സ് ശാന്തമാവട്ടെ. വയ്യാത്ത കാലും വെച്ചുകൊണ്ട് അമ്മാമ എന്തിനാ ഗോവണി കറി മുകളിലേക്ക് വന്നത്? എന്നെ ഒന്ന് വിളിച്ചാൽ പോരായിരുന്നോ? അതൊന്നും സാരമില്ല. നീ കുറച്ചുനാൾ മോളെയും കൊണ്ട് ബാംഗ്ലൂർക്ക് പോയി നിൽക്കുന്നതായിരിക്കും നല്ലത്. നിങ്ങൾക്കിപ്പോൾ ഒരു മാറ്റം ആവശ്യമാണ്. മോൾക്കും മനസ്സ് ശാന്തമാകാൻ ഇവിടെ നിന്ന് മാറി നിൽക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ പഴയ ഓർമ്മകൾ വേട്ടയാടും. ഇവിടെ ഈ റൂമിൽ അടച്ചിരിക്കുമ്പോൾ ആവശ്യമില്ലാത്ത ചിന്തകൾ തന്നെയായിരിക്കും. കുറച്ചുനാൾ മാറി നിന്ന് കഴിയുമ്പോൾ എല്ലാം ശരിയാവും. പത്മത്തിനോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അവൾക്കും മോളുടെ ഈ അവസ്ഥ കാണുമ്പോൾ വല്ലാത്ത വേദനയാണ്. അവിടെ നിങ്ങളുടെ ഫ്ലാറ്റ് ഉണ്ടല്ലോ, അപ്പോൾ പിന്നെ കൂടുതൽ ആലോചിക്കാൻ നിൽക്കണ്ട. ഇന്ന് തന്നെ യാത്ര തിരിച്ചോ. കാശിയുടെ നെഞ്ചിൽ ചാരിയിരിക്കുവാണ് കൺമണി. കണ്ണേ. ചിതറിക്കിടന്ന മുടി ചെവിക്ക് പിന്നിലേക്ക് ഒതുക്കിക്കൊണ്ട് കാശി വിളിച്ചു. കൺമണി മുഖം തിരിച്ച് കാശിയെ നോക്കി. നമുക്ക് കുറച്ചുനാൾ ബാംഗ്ലൂർ പോയി നിന്നാലോ? ഇവിടെ നിന്നാൽ എനിക്കെൻ്റെ പഴയ കണ്ണനെ തിരിച്ചു കിട്ടില്ല. ഇപ്പോൾ കുഞ്ഞിനൊരു മാറ്റം ആവശ്യമാണ്. നമുക്ക് പോയാലോ കണ്ണാ? കൺമണി പെയ്യാൻ വെമ്പുന്ന കണ്ണുകളോടെ അവനെ നോക്കി. ഇത് കാണാൻ വയ്യ കണ്ണാ എനിക്ക്. എന്നും കുന്നത്ത് കാശിനാഥൻ്റെ ജീവിതം നഷ്ടങ്ങളുടെ കൂമ്പാരമാണ്. അതിലിപ്പോഴെൻ്റെ കണ്ണനും. ഇനി നിന്നെയും കൂടി നഷ്ടപ്പെടുത്താൻ എനിക്ക് വയ്യ. സ്നേഹിച്ച് നെഞ്ചോട് ചേർക്കുന്നതെല്ലാം ഒരു കൈപ്പാടകലെ നഷ്ടമായിട്ടേ ഉള്ളൂ. ഒന്നും വേണ്ടെന്ന് പിന്തിരിഞ്ഞ് നടന്നതാണ്. പക്ഷെ നിന്നെ മുന്നിൽ നിർത്തി വിധി പിന്നെയും എന്നെ. ഹെഡ് റെസ്റ്റിൽ ചാരിയിരുന്ന് കാശി കണ്ണുകൾ ഇറുകെ അടയ്ക്കുമ്പോൾ കണ്ണുനീര് കവിളിലേക്ക് ചിതറി വീണു. കൺമണിയുടെ മുഖത്തേക്ക് കാശിയുടെ കണ്ണുനീർത്തുള്ളികൾ. കൺമണി കാശിയുടെ നെഞ്ചിൽ നിന്നും മുഖമുയർത്തി അവനെ നോക്കി. കാശിയേട്ടാ, കരയുവാണോ? കരയല്ലേ, എനിക്കിതുകൂടി കാണാൻ കഴിയില്ല കാശിയേട്ടാ. കാശി അവളെ പൊതിഞ്ഞു പിടിച്ചു നെഞ്ചിൽ ചേർത്തു. അപ്പോഴേക്കും കണ്ണുകൾ അടഞ്ഞു തന്നെ ഇരുന്നു. എന്നെ നീ തോൽപ്പിക്കല്ലേ കണ്ണാ, അതും കൂടി എനിക്കിനി താങ്ങാൻ വയ്യ. നമുക്ക് പോകാം കാശിയേട്ടാ, ബാംഗ്ലൂർക്കോ എവിടേക്കോ പോകാം. എനിക്ക് എൻ്റെ കാശിയേട്ടൻ്റെ കണ്ണനാവണം. പോകാം, കുറച്ചുനാൾ നമുക്കിവിടെ നിൽക്കാം. നീയെന്ന് ഓക്കെ ആകാതെ ഇവിടെയാകുമ്പോൾ ആവശ്യമില്ലാതെ ഓരോന്ന് ചിന്തിച്ച് ഈ മുറിയിൽ നിന്നും പുറത്തിറങ്ങാതെ എനിക്ക് പേടിയാവുന്നു കണ്ണാ. നിന്നെ കൂടി എനിക്ക് നഷ്ടപ്പെടുമോ എന്ന്. അതെനിക്ക് താങ്ങാൻ കഴിയില്ലടി. ഇങ്ങനെ സങ്കടപ്പെടല്ലേ കാശിയേട്ടാ, നമുക്ക് പോകാം. കാശി അപ്പോൾ തന്നെ വിശ്വത്തെ വിളിച്ചു. കാര്യങ്ങളെല്ലാം അവനോട് സംസാരിച്ചു. അതെന്തായാലും നന്നായടാ. കൺമണിക്ക് ഇപ്പോൾ ഒരു മാറ്റം ആവശ്യമാണ്. ഡാ വിശ്വം, നീ ഫ്ലാറ്റ് ആരെയെങ്കിലും വിളിച്ചൊന്ന് ക്ലീനാക്കിയേക്കണേ. കണ്ണന് കുറച്ച് നാൾ റെസ്റ്റ് വേണം. സഹായിക്കാനും ആരെയെങ്കിലും കിട്ടുമോ എന്ന് നോക്ക്. അതൊക്കെ ഞാൻ ഏർപ്പാട് ചെയ്തേക്കാം. നീ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട. നിങ്ങൾ ഇന്ന് തന്നെ തിരിക്കില്ലേ? ആ, ഈവനിങ് ഞങ്ങളങ്ങെത്തും. സംസാരം അവസാനിപ്പിച്ച് കാശി നേരെ താഴേക്ക് പോയി. അമ്മാവനും അമ്മയും ഉമ്മറത്ത് തന്നെ ഇരിപ്പുണ്ടായിരുന്നു. അമ്മേ, ഞാൻ കൺമണിയെയും കൂട്ടി ഇന്ന് തന്നെ ബാംഗ്ലൂർക്ക് പോയാലോ എന്നാണ് ആലോചിക്കുന്നത്. കുറച്ച് ദിവസം മാറി നിൽക്കുമ്പോൾ അവളുടെ മനസ്സിന് ആശ്വാസമാകും. എനിക്കും എവിടെയെങ്കിലും ഒന്ന് പോയാലോ എന്ന് തോന്നുന്നുണ്ട്. അവൻ്റെ പറച്ചിൽ കേട്ടപ്പോൾ തന്നെ അവൻ അനുഭവിക്കുന്ന മാനസിക സംഘർഷം എത്രയാണെന്ന് അമ്മാവനും അമ്മയ്ക്കും മനസ്സിലായി. മക്കൾ പോയി വാ, ഇപ്പോൾ അത് ആവശ്യമാണ്. കണ്ണൻ്റെ ഈ അവസ്ഥ ഞങ്ങളെയും വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് യാത്ര പുറപ്പെട്ടോ. പക്ഷെ നിങ്ങളെയും കാത്ത് ഞങ്ങൾ 2 ജന്മങ്ങൾ ഇവിടെ ഉണ്ടെന്ന് മറന്നു പോകരുത്. പറഞ്ഞുകൊണ്ട് പത്മം കണ്ണുനീർ തുടച്ചു. കാശി അമ്മയെ ചേർത്ത് പിടിച്ചു. തൻ്റെ നഷ്ടങ്ങളിൽ എന്നും കൂടെയുണ്ടായവർ ഈ വയസ്സുകാലത്ത് അവർക്ക് സമാധാനിക്കാനുള്ള ഒന്നും ചെയ്യാൻ തന്നെക്കൊണ്ടാവില്ലല്ലോ എന്ന് കാശി ഓർത്തു. ഗൗരിയുടെ മരണശേഷം തറവാട്ടിൽ പോലും വരാതെ ഇരിക്കുമ്പോഴാണ് അമ്മയ്ക്ക് സുഖമില്ലാതെയാകുന്നതും അങ്ങനെ ബാംഗ്ലൂരിൽ നിന്നും തിരികെ വരേണ്ടി വരുന്നതും. പക്ഷേ കൺമണി തൻ്റെ ജീവിതത്തിൽ വന്നപ്പോൾ കാര്യങ്ങൾ മൊത്തത്തിൽ മാറിമറിഞ്ഞു. അവളുടെ കളിയുടെയും ബഹളവും ചിരിയും കൊണ്ട് ഈ വീടുണർന്നു. ഗർഭിണിയാണെന്ന് കൂടി അറിഞ്ഞപ്പോൾ ആരും നിലത്തല്ല, കുന്നത്തെ കാശിനാഥൻ്റെ അവകാശി വരവേൽക്കാനുള്ള ഒരുക്കത്തിലായിരുന്നു. പക്ഷെ അതിനെല്ലാം ഇടയിലാണ് ഇങ്ങനെ സംഭവിച്ചത്. ഈ അവസ്ഥയിൽ നിന്നും തനിക്ക് മാറിയേ പറ്റൂ. ഒപ്പം തന്നെ പ്രാണനായവളെയും കൂടി മാറ്റിയെടുക്കണം. പിന്തിരിഞ്ഞ് നടക്കാൻ തുടങ്ങുന്നവനെ അമ്മ വിളിച്ചു. കണ്ണൻ്റെ ശരീരം ഇപ്പോൾ വളരെയധികം സൂക്ഷിക്കേണ്ട സമയമാണ്. അമ്മ രാഗിണിയെ കൊണ്ട് കുറച്ച് രക്ഷയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതുമാത്രം പോരാ. ബാംഗ്ലൂർ പോയാലും ശരീരം നന്നായി സൂക്ഷിക്കണം. കുറച്ച് നാളേക്ക് വെയിറ്റുള്ളതൊന്നും എടുക്കാനോ അലക്കാനോ പാടില്ല. പലപ്പോഴും നിനക്ക് അവളെ ശ്രദ്ധിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല.
അതുകൊണ്ടാണ് അമ്മ ഇതൊക്കെ പറഞ്ഞത്. മോന് കാര്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യണം. ദീർഘമായി നിശ്വസിച്ചുകൊണ്ട് കാശി അമ്മ പറയുന്നതെല്ലാം കേട്ട് മുറിയിലേക്ക് പോയി. ട്രാവൽ ഏജൻസിയിൽ വിളിച്ച് 2 ഫ്ലൈറ്റ് ടിക്കറ്റ് കൂടി നേരത്തെ ബുക്ക് ചെയ്തിരുന്നു. കൺമണി ബെഡിൻ്റെ ഓരം ചേർന്ന് കിടക്കുകയാണ്. കണ്ണേ, വൈകുന്നേരം 5 മണിക്കാണ് ഫ്ലൈറ്റ്. ഇങ്ങനെ കിടന്നാലോ? കുഞ്ഞെണീറ്റ് അമ്മയെയും അമ്മാമ്മയെയും കണ്ടേച്ചു വായോ. നമുക്ക് പോണ്ടേ? അപ്പോഴേക്കും ഞാൻ കൊണ്ടുപോകാനുള്ളതൊക്കെ പാക്ക് ചെയ്യാം. അവൾ എഴുന്നേറ്റ് താഴേക്ക് പോയി. പോകുന്നത് നോക്കി കാശി അല്പനേരം നിന്നു. സദാസമയവും കലവില കൂട്ടിക്കൊണ്ട് നടന്നവളുടെ മൗനം അവനെ ദുഃഖത്തിലാക്കി. അലമാരയുടെ മുകളിൽ നിന്ന് ട്രാവലർ ബാഗ് എടുത്ത് അതിലേക്ക് കൺമണിയുടെയും കാശിയുടെയും ഡ്രസ്സുകൾ വാരി നിറച്ചു. അമ്മാവൻ്റെയും അമ്മയുടെയും അരികിലിരിക്കുമ്പോൾ കൺമണി കരച്ചിലടക്കാൻ വല്ലാതെ പാടുപെട്ടു. മോൾ ഇങ്ങനെ ഇരിക്കുന്നത് കാണാൻ ഞങ്ങൾക്ക് വയ്യ. അതുകൊണ്ട് മോൾ കുട്ടനോടൊപ്പം പോയി കഴിഞ്ഞതെല്ലാം മറക്കാൻ ശ്രമിച്ച് ഞങ്ങളുടെ പഴയ കൺമണിയായി തിരികെ വരണം. നിങ്ങൾ 2 പേരും ചെറുപ്പമാണ്. ഇനിയും സമയം വൈകിയിട്ടില്ല. അതുകൊണ്ട് പൊന്നുമോള് ആവശ്യമില്ലാത്തതൊന്നും ആലോചിച്ച് സങ്കടപ്പെടരുത്. പോയി പഴയ കണ്ണനായി വേഗം വായോ. അച്ചയുടെ മോള് ഒരു തീരാനഷ്ടത്തിലേക്ക് ഈശ്വരൻ തള്ളിവിട്ടപ്പോൾ പകരം കൊണ്ട് തന്നതാണ് എനിക്ക് നിന്നെ. ഇന്നോളം എൻ്റെ പൊന്നുമോൾക്ക് അച്ഛനായിട്ടല്ലാതെ നിന്നിട്ടില്ല ഞാൻ. നിൻ്റെ ഈ സങ്കടം അച്ഛന് കാണാൻ വയ്യ കുട്ടി. അതുകൊണ്ട് വേഗം പോയി മിടുക്കിയായി വാ. അവളുടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് ശേഖരൻ തന്നെ നിറഞ്ഞ കണ്ണുകൾ തുടച്ചു. തുടരും.